ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയം നേരിടാത്തവർ വളരെ വിരളമാണ്. പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവാം, ജോലിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളേറെ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരു സത്യം ഓർക്കുക, പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പാഠശാലയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കാൻ പോകുന്നത് പരാജയത്തെ വിജയമാക്കുന്നത് എങ്ങനെയെന്നാണ്. അതിനായി ചില പ്രായോഗിക മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, പരാജയത്തെ അംഗീകരിക്കുക. പരാജയം സംഭവിക്കുമ്പോൾ പലരും ആദ്യം ചെയ്യുന്നത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ്. എന്നാൽ സത്യം ഇതാണ്, അംഗീകരിക്കാത്ത പ്രശ്നങ്ങളെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. അതെ, ഞാൻ പരാജയപ്പെട്ടു, പക്ഷെ ഞാനിവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയാൻ പഠിക്കുക. ബൈബിൾ പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും. സദൃശവാക്യങ്ങൾ 24 അധ്യായം 16 വാക്യം. വീഴുന്നത് തെറ്റല്ല, എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. അത് നാം തിരിച്ചറിയണം. 2, പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ഓരോ പരാജയവും ഓരോ അധ്യാപകന്മാരാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? എന്താണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്? അടുത്ത തവണ എന്ത് വ്യത്യാസം എനിക്ക് വരുത്താൻ കഴിയും? വിജയികൾ തെറ്റുകൾ ചെയ്യാത്തവരല്ല, അവർ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവരാണ്. മൂന്നാമതായി, സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. പലരും പരാജയപ്പെട്ടാൽ ഇങ്ങനെ ചിന്തിക്കും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എന്റെ ജീവിതം അവസാനിച്ചു. ഇത്തരം ചിന്തകൾ നമ്മെ കൂടുതൽ താഴേക്ക് തള്ളിയിടും. ഓർക്കുക, നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾ ഒരു പരാജയമല്ല. ഒരു സംഭവം നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നില്ല. നാലാമതായി, ലക്ഷ്യം വീണ്ടും വ്യക്തമാക്കുക. ചിലപ്പോൾ പരാജയം നമ്മെ വഴിതിരിച്ചു വിടാനല്ല, ശരിയായ വഴി കാണിക്കാനാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വിലയിരുത്തുക. ഞാൻ ശരിയായ ദിശയിലാണോ? എന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമാണോ? അതിനുള്ള തയ്യാറെടുപ്പ് മതിയായിരുന്നോ? പ്രിയപ്പെട്ടവരെ, വലിയ വിജയങ്ങൾ പലപ്പോഴും പുതിയ പദ്ധതികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അഞ്ചാമതായി, ചെറിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നവരാകുക. വലിയ വിജയത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്, ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ദിവസവും 1 മണിക്കൂർ പഠിക്കുക, ദിവസവും ഒരു പുതിയ കഴിവ് അഭ്യസിക്കുക, ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുക. ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസം വളർത്തും. ആ ആത്മവിശ്വാസമാണ് വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ആറാമതായി, നല്ല ആളുകളുടെ കൂട്ടായ്മ തിരഞ്ഞെടുക്കുക. പരാജയ സമയത്ത് ചിലർ നിങ്ങളെ താഴ്ത്തി കാണിച്ചേക്കാം, പക്ഷേ ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളെ ഉയർത്തുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. നല്ല ഉപദേശം നൽകുന്നവരും നിങ്ങളിൽ വിശ്വസിക്കുന്നവരുമായ ആളുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഏഴാമതായി, ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യൻ കൈവിടുന്ന സമയത്ത് പോലും ദൈവം നമ്മെ കൈവിടുന്നില്ല. ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യം. പരാജയത്തിന്റെ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് പുതിയ ശക്തിയും പുതിയ പ്രത്യാശയും നിങ്ങൾക്ക് നൽകും. എട്ടാമതായി, വീണ്ടും ശ്രമിക്കുക. വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ്, വീണ്ടും ശ്രമിക്കുക. ഒരു തവണ പരാജയപ്പെട്ടതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, നാളെ നിങ്ങൾ വിജയിച്ചേക്കാം. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ വിജയം സാധ്യമാകൂ. പ്രിയ സഹോദരങ്ങളെ, പരാജയം നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായമല്ല, അത് വിജയത്തിലേക്കുള്ള യാത്രയിലെ ഒരധ്യായം മാത്രമാണ്. ഓർക്കുക, പരാജയത്തെ നിങ്ങൾ അംഗീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, സ്വയം വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ വീണിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. പരാജയത്തെ വിജയമാക്കി മാറ്റാൻ കഴിയുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.